നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ദൗർഭാഗ്യത്തെയൊന്നും പഴിക്കേണ്ടതില്ലെന്ന് SRH ഈ സീസണിൽ പ്ലേ ഓഫ് അർഹിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നലത്തെ കളി അവർ 133 DC പിടിച്ചിരുന്നു. 20 ഓവറിൽ 7 വിക്കറ്റിന് 133. പക്ഷേ SRHന് കളി വിജയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. മഴ പെയ്തു, അവരുടെ ഇന്നിങ്സ് നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു നിരാശ SRHൻ്റെ ആരാധകർക്ക് ഉണ്ടാവും. കാരണം നേരിയ സാധ്യതകൾ അവർക്കുണ്ടായിരുന്നല്ലോ. കളി വിജയിച്ചിരുന്നെങ്കിൽ അത് കൂടുതൽ ജ്വലിപ്പിച്ച് നിർത്താനും പറ്റിയിരുന്നേനെ. പക്ഷേ ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയും ഇനിയും 3 കളികൾ ബാക്കി നിൽക്കെ അവർ പുറത്താവുകയും ചെയ്തിരിക്കുന്നു. 11 കളികളിൽ നിന്ന് 7 പോയിൻ്റാണ് അവർക്കുള്ളത്. 12 കളികളിൽ നിന്ന് 6 പോയിൻ്റ്. CSK 11 കളി 4 പോയിൻ്റ്. ഈ 3 ടീമുകൾ പുറത്തായി കഴിഞ്ഞു. 10 ടീമുകൾ കളിക്കുന്ന IPL 3 ടീമുകൾ പുറത്തായി. ഇനി 7 ടീമുകൾ 4 സ്പോട്ടിനായിട്ടുള്ള അവരുടെ പോരാട്ടം തുടരുകയാണ്. IPL പോയിന്റ് പട്ടികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കളി എന്ന് പറഞ്ഞാൽ 3 ടീം പുറത്താകുമ്പോഴും ഒറ്റ ടീമും പ്ലേ ഓഫിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. സാധാരണ ഈ 10-11 റൗണ്ടൊക്കെ ആകുമ്പോൾ ഏതെങ്കിലും ഒരു ടീമോ 1-2 ടീമുകളൊക്കെ പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടുണ്ടാവും. ബാക്കി 1-2 സ്പോട്ടിന് വേണ്ടിയിട്ടുള്ള കനത്ത പോരാട്ടം നടക്കും. കഴിഞ്ഞ തവണക്ക് അങ്ങനെയാണ്. ഒടുവിൽ CSK മറികടന്ന് RCB എത്തിയതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇത്തവണ പക്ഷേ അങ്ങനെയല്ല. ഇത്തവണ 11 റൗണ്ട് കഴിയുമ്പോഴും വെറും 3 റൗണ്ട് മാത്രം ബാക്കി നിൽക്കുന്ന ഈ ഘട്ടത്തിലും ഒറ്റ ടീമും പ്ലേ ഓഫ് 100% ഉറപ്പിച്ചിട്ടില്ല. പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടില്ല. അതിനുള്ള സാധ്യതകളുമായിട്ട് മുന്നിൽ നിൽക്കുന്നുണ്ട് RCBയും PBKSും മുംബൈ ഇന്ത്യൻസും ഒക്കെ. പക്ഷേ 100% പ്ലേ ഓഫ് ഉറപ്പിച്ച ആരുമില്ല. ഇനി 7 ടീമുകൾ അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരുന്നു. അതിൽ 7ാം സ്ഥാനത്തുള്ള ലക്നൗ സൂപ്പർ ജയൻസ് 11 കളി 10 പോയിൻ്റാണ്. സമീപകാലത്തെ കളികൾ അവർക്ക് അത്ര ശുഭകരമായ റിസൾട്ടുമല്ല കൊടുക്കുന്നത്. അവരുടെ സാധ്യത കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും. -0.47 ആണ് അവരുടെ നിലവിലെ നെറ്റ് റൺ റേറ്റ് ഉള്ളത്. KKR ആണ് അവരുടെ തൊട്ടു മുകളിലുള്ളത്. 11 കളി 11 പോയിന്റ്. ഒരു കളി മഴ പെയ്ത് കിട്ടിയ പോയിന്റാണ്. ഏതായാലും അവരും ഇപ്പോഴും പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നു. DC 11 കളി 13 പോയിന്റുമായിട്ട് നിൽക്കുന്നു. ഇന്നലത്തെ കളി അവർ രക്ഷപ്പെട്ടു പോയതാണെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ 10 പോയിന്റിൽ അവർ ആ ഒരു 12 പോയിന്റിൽ തന്നെ നിന്നേനെ. അപ്പോൾ ഇന്നലത്തെ കളി അവർക്ക് ആ ഒരു പോയിന്റ് കിട്ടി. അങ്ങനെ അവർക്ക് 13 പോയിൻ്റായിട്ട് അവരിപ്പോഴും 5ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അവർക്ക് നല്ല സാധ്യതകളുണ്ട്. അപ്പോൾ അവിടെ ഒരു പോരാട്ടം എന്തായാലും നടക്കും. 4ാമതാണ് GT 10 കളി 14 പോയിന്റ്. നല്ല ഫേവറേറ്റ്സ് ആണ്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ശേഷിക്കുന്ന മത്സരം അവർക്ക് 4 ഉണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ പ്ലേ ഓഫിലേക്കുള്ള കുതിപ്പിലാണ് GT എന്ന് പറയേണ്ടി വരും. മുംബൈ ഇന്ത്യൻസ് ആദ്യത്തെ 5 കളികളിൽ നിന്ന് ഒറ്റ വിജയവുമായിട്ട് നിന്ന ടീമാണ്. പിന്നീട് അങ്ങ് പൊളിച്ചെടുക്കുകയായിരുന്നല്ലോ. അപ്പോൾ മുംബൈ ഇന്ത്യൻസ് സംബന്ധിച്ചിടത്തോളം 11 കളികളിൽ നിന്ന് 14 പോയിന്റ് ഉണ്ട്. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള നെറ്റ് റൺ റേറ്റ് അവർക്കാണ് 1.27. അപ്പോൾ അതുകൂടി നോക്കുമ്പോൾ അവർ പുറത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കടുത്ത പോരാട്ടങ്ങളാണ് അവരുടെ മുന്നിലുള്ളതെന്നൊക്കെ സമ്മതിക്കുന്നു. എന്നാൽ പോലും ഇപ്പോൾ തൊട്ടാൽ കൊള്ളുന്ന ഫോമിലുള്ള മുംബൈ ഇന്ത്യൻസ് പുറത്താകാനുള്ള സാധ്യത കുറവാണ്. PBKS 11 കളി 15 പോയിന്റ് എന്ന നിലയിൽ അവർ 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. RCB 11 കളി 16 പോയിന്റ് എന്ന നിലയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ആദ്യത്തെ ഈ 4 സ്ഥാനക്കാർ, ആദ്യത്തെ 3 സ്ഥാനക്കാരുടെ കാര്യം നമ്മൾ പറഞ്ഞു. 14 പോയിൻ്റൊക്കെ കൊണ്ട് നിൽക്കുമ്പോൾ അവർക്ക് സാധ്യത വളരെ ശക്തമായിട്ടുണ്ട്. 4ാം സ്ഥാനത്തുള്ള GTക്ക് 14 പോയിൻ്റ് ഉണ്ട്. 10 കളിയെ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ അവരാണ് കൂടുതൽ ഫേവറേറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയേണ്ടിയും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ DCക്കൊക്കെ ഇനിയും സാധ്യത എന്ന് പറയുമ്പോഴും അത് കനത്ത പോരാട്ടത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. IPL ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോട്ടോ ഫിനിഷിങ്ങിലേക്കാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ 4 സ്പോട്ടുകളും ഓപ്പണാണ്. 7 ടീമുകൾ 4 സ്പോട്ടുകൾ. അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാമെന്ന തരത്തിൽ മുന്നോട്ട് പോകുന്നു. അതാണ് ഇത്തവണത്തെ IPL പോയിന്റ് ടേബിളിലെ കളി. പതിവ് പോലെ 1-2 സ്പോട്ട് മാത്രം ഓപ്പൺ ആയിട്ടുള്ള അവസാന സ്ട്രെച്ച് അല്ല, 4 സ്പോട്ട് ഇപ്പോൾ ഓപ്പണാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ.